السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു മുസ്ലിം അവൻ്റെ നിത്യജീവിതത്തിൽ കാണിക്കേണ്ട മര്യാദകൾ, സ്വഭാവങ്ങൾ, അതിൻ്റെ മാതൃക ആരാണ്? ഒരഭിപ്രായ വ്യത്യാസവും ഒരു സംശയവും നമുക്കാർക്കുമില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എങ്ങനെയാകണം ഒരു മുസ്ലിമിൻ്റെ പെരുമാറ്റം? എങ്ങനെയാകണം ഒരു മുസ്ലിമിൻ്റെ സമീപനം? എങ്ങനെയാകണം ഒരു മുസ്ലിമിൻ്റെ സംസാരം? എങ്ങനെയാകണം ഒരു മുസ്ലിമിൻ്റെ പുഞ്ചിരി എന്നത് തൊട്ട് A to Z പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് പോലും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പ്രവാചകനെ അങ്ങേയറ്റം വെറുത്ത, പ്രവാചകന്റെ പ്രബോധനത്തെ തടയിടാൻ അദ്ദേഹത്തിൻ്റെ വധത്തിന് വരെ ശ്രമിച്ച ആളുകൾ പോലും പല സ്ഥലത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്വഭാവ ഗുണത്തെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇത് പ്രവാചകന്റെ വല്ലാത്തൊരു ഗുണമാണ്. പരിശുദ്ധ ഖുർആൻ അത് നമ്മോട് പറയുന്നുമുണ്ട്. സൂറത്തുൽ ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഫബിമാ റഹ്മതിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് അഭിനന്ദിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. പ്രവാചകരെ, താങ്കളുടെ ഹൃദയം വിശാലമാണ്, താങ്കളുടെ ഹൃദയം വളരെ പദമുള്ളതാണ്. താങ്കളുടെ ഹൃദയം എങ്ങാനും കട്ടിയുള്ളതായിരുന്നെങ്കിൽ, താങ്കളുടെ ഹൃദയം എങ്ങാനും പരുക്കമുള്ളതായിരുന്നെങ്കിൽ, താങ്കളുടെ ചുറ്റിലും കൂടിയ താങ്കളെ ജീവനതുല്യം സ്നേഹിക്കുന്ന അനുയായികൾ എന്നേ പിരിഞ്ഞുപോയേനെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ നാം എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ അറിയാതെ ആ പ്രവാചകനെ മനം മറന്ന് നാം സ്നേഹിച്ചു പോകും. സൂറത്തുൽ ഖലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വല്ലാത്തൊരു സ്വഭാവത്തിന്റെ അതിശ്രേഷ്ഠമായ, വിശിഷ്ടമായ, ഉത്കൃഷ്ടമായ, അതുല്യമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് പ്രവാചകരെ താങ്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വരെ പ്രവാചകനെ പ്രശംസിക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയെ കാണിക്കുന്ന, അദ്ദേഹത്തിന്റെ ഹൃദയാർദ്രതയെ കാണിക്കുന്ന പല സംഭവങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തുമാമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊല്ലാറുണ്ടായിരുന്ന, എവിടെ വെച്ച് മുസ്ലിമീങ്ങളെ കണ്ടാലും ആക്രമിക്കാറുണ്ടായിരുന്ന ഒരു ഭരണാധികാരി, മുസ്ലിമീങ്ങളോട് കഠിനമായ വിദ്വേഷവും ദേഷ്യവും ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയെ ഒരിക്കൽ മദീനയുടെ പ്രാന്തപ്രദേശത്ത് വെച്ചുകൊണ്ട് ചില സഹാബികൾ പിടികൂടുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ മദീനയിലെ പള്ളിയിൽ കൊണ്ടുവന്ന് തൂണിൽ കെട്ടിയിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം അറിയിച്ചു, നബിയെ, ഇങ്ങനെ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, താങ്കളൊന്ന് വന്ന് കാണണം, താങ്കൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, അവനുള്ള ശിക്ഷ വിധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വന്ന് ആദ്യം ചെയ്ത പ്രവൃത്തി ആ മനുഷ്യനെ കെട്ടഴിച്ചു വിട്ടു എന്നുള്ളതാണ്. ആ മനുഷ്യനെ കെട്ടഴിച്ചു വിട്ടു. എന്നിട്ട് പ്രവാചകൻ ചെയ്ത പ്രവൃത്തി, ആ മനുഷ്യനോട് കുശലാന്വേഷണം നടത്തി. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനോട് കുശലാന്വേഷണം നടത്തി, സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ആരോട്? കഠിന ശത്രുവിനോട്. തന്റെ അനുയായികളെ കൊല്ലാൻ തക്കം പാർത്തിരുന്ന ഭരണാധികാരിയോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാം നിങ്ങൾക്ക്? തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് പാല് കറന്നുകൊണ്ട് ആ മനുഷ്യന് കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് ചോദിച്ചു, എൻ്റെ പ്രവാചകത്വത്തെ അംഗീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ സത്യപ്രവാചകനാണെന്ന് ഉള്ള സത്യം അംഗീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ആ മനുഷ്യൻ, തുമാമ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ്, എന്താണ് നീ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം?
എന്താണ് നീ പറയുന്നത്? നിന്റെ പ്രവാചകത്വത്തെ ഞാൻ അംഗീകരിക്കുകയോ ഒരിക്കലുമില്ല. എൻ്റെ ഹൃദയത്തിന് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് നീ പറയുന്നത് മുഹമ്മദെ, ഞാനതൊരിക്കലും ചെയ്യില്ല. പ്രവാചകൻ മടങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസവും വന്നു, കുശലാന്വേഷണങ്ങൾ നടത്തി, ഭക്ഷണം കൊടുത്തു, ചോദിച്ചു, തുമാമ എൻ്റെ പ്രവാചകത്വത്തെ അംഗീകരിക്കാൻ നീ തയ്യാറാണോ? എൻ്റെ റിസാലത്തിനെ അംഗീകരിക്കാൻ നീ തയ്യാറാണോ? അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ അംഗീകരിക്കാൻ നീ തയ്യാറാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല മുഹമ്മദ്, ഞാൻ അംഗീകരിക്കില്ല. ഇല്ല മുഹമ്മദ്, ഞാൻ അംഗീകരിക്കില്ല. പ്രവാചകൻ മടങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസവും വന്നു, പ്രവാചകൻ ആവർത്തിച്ചു, തുമാമ എൻ്റെ പ്രവാചകത്വത്തെ അംഗീകരിക്കാൻ നീ തയ്യാറാണോ? എൻ്റെ റിസാലത്തിനെ അംഗീകരിക്കാൻ, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ അംഗീകരിക്കാൻ നീ തയ്യാറാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല മുഹമ്മദ്, ഞാൻ അംഗീകരിക്കില്ല. നിന്റെ പ്രവാചകത്വം അത് കള്ളമാണ്, ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത്? നാം നമ്മുടെ സ്വഭാവം വെച്ച് ഒന്നാലോചിച്ച് നോക്കുക. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്യാൻ സാധ്യത? ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ മീഡിയകൾ, കറന്റ് മീഡിയകൾ പറയുന്നതനുസരിച്ചുള്ള ഇസ്ലാമാണ് പ്രവാചകൻ പഠിപ്പിച്ചതെങ്കിൽ എന്താണ് പ്രവാചകൻ ചെയ്യേണ്ടിയിരുന്നത്? ആ മനുഷ്യനെ കൊന്നുകളയണമായിരുന്നു. പക്ഷെ പ്രവാചകൻ ചെയ്തെന്താണെന്നറിയോ? തുമാമയോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നീ സ്വതന്ത്രനാണ്, നീ നിന്റെ നാട്ടിലേക്ക് പോയിക്കൊള്ളുക. തുമാമ കെട്ടയിച്ച് വിടപ്പെട്ടു, സ്വതന്ത്രനായി നടന്നുപോയി. മദീനയുടെ പ്രാന്തപ്രദേശത്തെത്തി. ഒരു ഈത്തപ്പഴത്തോട്ടത്തിലെത്തിയപ്പോൾ തുമാമയെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ അയാൾ അവിടെ നിന്നു. അയാളുടെ അടിക്കാല് മുതൽ മുടിവരെ ഒരു തരത്തിലുള്ള വിദ്യുപ്രവാഹം. അയാളുടെ ഹൃദയം അയാളോട് ചോദിച്ചു, എന്തൊരു മനുഷ്യനാണത്, വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമ. ആരെ വിട്ടിട്ടാണ് നീ പോകുന്നത്? ലോകത്ത് നിന്റെ ജീവിതത്തിൽ ഇത്രയും സ്വഭാവ മഹിമയുള്ള ഇതിന് തുല്യനായ ഒരു മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടോ? എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തുമാമ മദീനയിലേക്ക് തിരിച്ചു നടന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കൂടി നിൽക്കുകയായിരുന്ന സദസ്സിലേക്ക് തുമാമ കടന്നു വന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി സത്യം, ഈ ഭൂമിക്ക് മുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായിരുന്ന വ്യക്തി താങ്കളായിരുന്നു. പക്ഷേ ഇന്നെന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തിന് പാത്രം താങ്കളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള വിഭാഗം താങ്കളുടെ അനുയായികളായിരുന്നു. പക്ഷേ ഇന്നെന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തിന് പാത്രമാകുന്നവർ നിങ്ങളുടെ അനുയായികളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള സ്ഥലം മദീനയായിരുന്നു. പക്ഷേ ഇന്നെന്റെ മനസ്സിനെ മതിക്കുന്ന സ്ഥലം മദീനയാണ്. എന്നിട്ട് തുമാമ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രവാചകരെ, താങ്കളുടെ റിസാലത്ത്, അല്ലാഹുവിന്റെ വഹദാനിയത്ത് ഞാനിതാ അംഗീകരിക്കുകയാണ്. ഇന്നു മുതൽ ഞാനൊരു മുസ്ലിമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനെ മാറ്റിയെടുത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുല്യമായ പെരുമാറ്റമായിരുന്നു. ശത്രുവിനോട് പോലും പുഞ്ചിരിച്ചുകൊണ്ട്, ശത്രുവിനോട് പോലും വളരെ മയത്തിൽ പെരുമാറുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന് നാം എത്രയോ വിദൂരമാണെന്ന്. അതുകൊണ്ട് ആ പ്രവാചകന്റെ ജീവിതശൈലി, ആ പ്രവാചകന്റെ സ്വഭാവം, ആ പ്രവാചകന്റെ പെരുമാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് അനുധാവനം ചെയ്യാൻ നാം പരമാവധി ശ്രമിക്കുക. നമ്മിലൂടെ ലോകം ഇസ്ലാമിനെ മനസ്സിലാക്കട്ടെ, നമ്മിലൂടെ ഈ ലോകം മുസ്ലിങ്ങളെ മനസ്സിലാക്കട്ടെ, നമ്മിലൂടെ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ സ്വഭാവം ആ പ്രവാചകന്റെ സ്വഭാവം പോലെ ആക്കി തീർക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.